ഹായ് ഹലോ നമസ്കാരം. ഞങ്ങൾ എങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ന് ട്രെൻഡിങ് നമ്പർ 1 ഓടിക്കൊണ്ടിരിക്കുന്ന അതേ വിശേഷം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ദീപ്തി ടീച്ചറിൻ്റെ വിവാഹം. ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ദീപ്തി ടീച്ചറിൻ്റെ വിവാഹം, നമ്മുടെ കുഞ്ഞാവയായിട്ടുള്ള വിവാഹം. അത് തന്നെ സംഭവം. അപ്പോൾ ഇതിനെപ്പറ്റി ഇന്നൊരു വീഡിയോ വന്നു. സോ അത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയി സംഭവം. എന്തു പറയുന്നത്, കുറച്ച് വാർത്തയായി. സോ ഒരുപാട് ചാനൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർത്ത. നമുക്ക് ആദ്യം ദീപ്തി ടീച്ചറിൻ്റെ എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ആരാകും എന്നിങ്ങനെയുള്ളൊരു പുറത്തു വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിജയിച്ചൊരു വ്യക്തിയാണ് ഒരു ജീവിതത്തിൽ. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, അറിയത്തില്ല, എൻ്റെ തോന്നലായിരിക്കാം. ഞാൻ ഉറച്ച മനസ്സോടുകൂടി എടുത്ത തീരുമാനമാണ്. അതായത് ഇപ്പം വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ ഒന്നും നിർബന്ധത്തിനല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഒരു ജീവിതം ഞാനിപ്പോൾ തിരഞ്ഞെടുത്തതാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം. അപ്പോൾ ഞാൻ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വരും എന്ന് കരുതാം. ഇപ്പം വരുവാണെങ്കിൽ വരും വീഡിയോയിൽ കാണിക്കും. അപ്പം കല്യാണത്തിന് അധികം ഗ്യാപ്പ് ഇടുന്നില്ല. സാധാരണ ഇടയ്ക്ക് പറയുമായിരുന്നു ഏപ്രിലിന് മുന്നേ കല്യാണം വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ അധികം ഗ്യാപ്പ് ഇടുന്നില്ല. ഇപ്പം ഡിസംബർ ആയില്ലേ, ജനുവരി തന്നെ ഒരു നല്ല ഡേറ്റ് നോക്കി, മിക്കവാറും ജനുവരി അവസാനമായിരിക്കും. ഒരു ഞായറാഴ്ച വല്ലതും വെക്കണം എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞുതരാം, അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ വെച്ചാന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ മുന്നിൽ കിടപ്പുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ബിസിനസ്സും എൻ്റെ ആൾക്കാരും എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ഏടാ ഉമ്മച്ച. അപ്പം ഞാൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ മാത്രമല്ല, എൻ്റെ എല്ലാം തളയ്ക്കപ്പെട്ടിരിക്കുന്നത് സീതത്തോട് തന്നെയാണ്. അപ്പോൾ എനിക്ക് അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നു. ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കുമെന്നുള്ളത്. അല്ലെ രണ്ടിടത്തും കൂടെ നിൽക്കണം, അല്ലെ ചോദിക്കാം ആൾക്ക് ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ജോലി സംബന്ധമായിട്ട് വല്ലതും പുറത്ത് പോയെങ്കിൽ, ഞാൻ ഇവിടെ കിടന്നുണ്ട് സെൽഫിസിൽ കിടക്കുവാണല്ലോ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് അദ്ദേഹം പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ആവും. അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഒന്നും കളയാൻ പറ്റൂല. എൻ്റെ ഇത്രയും പട്ടികളും കുട്ടികളും എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതുകൊണ്ട് ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ടാവും. ഈ സീതത്തോട് വിട്ട് എനിക്കെന്ത് ജീവിതം, സീതത്തോടില്ലാതെ എന്ത് സീത എന്ന് പറയുന്ന പോലെ ഞാനിവിടെ തന്നെ കാണും. ബാക്കി വഴിയെ നമുക്ക് ചോദിക്കാം. കാരണം കല്യാണത്തിന് തൊട്ട് മുന്നേ ആകുമ്പോൾ ചോദിക്കുന്ന എല്ലാം സമ്മതിക്കണമെന്നാണല്ലോ ശാസ്ത്രം. അങ്ങനെയാണല്ലോ, എല്ലാം സമ്മതിക്കുമല്ലോ, എല്ലാം നമുക്ക് എഴുതി ഒപ്പിട്ട് മേടിക്കാം. അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഈ ലൈഫിൽ ഹാപ്പി ആയിരിക്കുന്ന എനിക്കൊരു നല്ല ഉറപ്പുണ്ട്. നല്ല ഉറപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണത്. പിന്നെ ഞാൻ ഒരുപാട്, അതായത് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ച് പല രീതിയിൽ ആലോചിച്ച് കണ്ടെത്തിയൊരു ബന്ധമാണ്. അതുകൊണ്ട് ഒരു ഭയങ്കര ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ നല്ലത് പറഞ്ഞാൽ ആർക്കും അങ്ങനെ പിടിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതൊരു നല്ല വീഡിയോ ആയതുകൊണ്ട് അതിനെക്കോണം ആൾക്കാർ കാണണമെന്നുമില്ല. കാര്യം നല്ലത് എവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. ദീപ്തി ടീച്ചറിനെ അറിയാവുന്നവർക്കറിയാം. ഇവർ ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആനുകൂല്യം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് പണമൊക്കെ കിട്ടുന്നുണ്ട്. അത് എല്ലാവരും നശിപ്പിച്ച് കളയുകയാണ്. ആ ഒരു സമയത്താണ് സ്വന്തം സമ്പാദ്യം, യൂട്യൂബിൻ്റെ ആ ഒരു സമ്പാദ്യം എല്ലാം എടുത്തു വെച്ച് ദീപ്തി ടീച്ചർ ട്രൈബൽസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുകയും അവരെ സഹായിക്കാനൊക്കെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളിലേക്കും കൂടെ ടീച്ചർ പോയി. അങ്ങനെ അവരിൽ നിന്ന് അകറ്റപ്പെട്ടു. അല്ലെങ്കിൽ അവരിൽ ചിലർ എന്താ പറയുക, കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ, ഈ കൈയിട്ട് വരാനൊക്കെ അവസരമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ദീപ്തി ടീച്ചറിനെ എതിരെ തിരികെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ദീപ്തി ടീച്ചറിൻ്റെ വിവാഹ വിഷയമായിരുന്നു വളരെ ചർച്ചയായിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താ പറയുന്നത്, ഈ പറയുന്ന ഒരു ട്രൈബ്യൂണലിലെ ഒരു പെൺകുട്ടിയുടെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റീച്ചായിരുന്നു. ഇത് ടീച്ചറിൻ്റെ വിവാഹമാണ്. ഈ ചാനൽ കാണുന്നവർക്കറിയാം, ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ചാനലാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇൻസ്പയർ ആവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടീച്ചർ. കാര്യം തൻ്റെ സമ്പാദ്യം കൊണ്ട്, താൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയാണ്, അവർ അത് വെച്ച് റീച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു റീച്ചിലും അവർ പാവങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് പേർക്ക് ഇന്നും അന്നമാവുന്നുണ്ട്. അവരിപ്പം കാണിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊപ്പം തന്നെ ഒരു വിവാദമായിരുന്നു ഇവർ ഭർത്താവുമായിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പോൾ ആ ഭർത്താവുമായിട്ടുള്ള ഇഷ്യൂവിൽ
ഒരുപാട് ഇവരെ ഗാർഹിക പീഡനങ്ങളും മറ്റുമൊക്കെ ഒരുപാട് അനുഭവിച്ചൊരു സ്ത്രീയാണ് ദീപ്തി ടീച്ചർ. അങ്ങനെ എന്നിട്ടും അവർ ഏറ്റവും മോശം ട്രോമയിൽ നിന്ന് അവർ ഉയർന്നു വന്നു. ഇതാ ഇന്നിവിടെ നിൽക്കുമ്പോൾ അവർക്ക് നമ്മുടെ കുഞ്ഞാവ, നമ്മുടെയൊക്കെ കുഞ്ഞാവ തുണയായി ആവുകയാണ്. എന്തായാലും കുഞ്ഞാവയുടെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സന്തോഷം. നമുക്ക് നമ്മളറിയാവുന്ന എല്ലാവർക്കും തീരുമാനം സന്തോഷമായിരിക്കുന്നു. കമന്റ് ബോക്സൊക്കെ വായിക്കുന്നതാണ്, ഏകദേശം ഐഡിയ ഉണ്ട്. ആർക്കും അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേറെ ആർക്കും നെഗറ്റീവ് അടിച്ചിട്ട് കുറച്ച് കാര്യമൊന്നുമില്ല. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചല്ലേ, തന്നെ പറയുന്നതാണ്. അല്ല, അങ്ങനെയാണല്ലോ കല്യാണം, സന്തോഷമുള്ള കാര്യമൊന്നും ഇതിൽ നെഗറ്റീവ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പരസ്പരം അറിയാവുന്നുണ്ട്, 2 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ. ഇതിന് പിന്നെ കല്യാണത്തെ പറ്റി വളരെ വളരെ വലിയ സങ്കല്പങ്ങളാണ്. നമ്മളപ്പോൾ സിമ്പിൾ ചടങ്ങുകളൊന്നുമല്ല, പുള്ളി വലിയ ചടങ്ങിന്റെ ആൾക്കാരാണ്. അല്ല, ഈ ചടങ്ങ് ഒന്ന് ഒരു നിർബന്ധം പറയുന്ന ഒന്ന് കണ്ണൂർ വെച്ച് കല്യാണം നടത്തുന്നത് അത് അവളുടെ ആഗ്രഹമാണ്. ഞാൻ അമ്മൂന്റെ ഭയങ്കര ആഗ്രഹം. കുഞ്ഞാവയും ടീച്ചറായിട്ട് ഒരുമിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു. ഞാൻ പൊതുവെ ഈ ചാനൽ കാണുന്നതുകൊണ്ട് എനിക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടന്റ് ആക്കിയത്. അല്ലാതെ കണ്ടന്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഈ ചാനലിൻ്റെ ഒരുമാതിരിപ്പെട്ട നല്ല വിശേഷങ്ങളെല്ലാം നമ്മളൊരു കണ്ടന്റാക്കി തന്നെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ കണ്ടന്റും ആ ഒരു വിഭാഗത്തിലാണ്. ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിനെ സംബന്ധിച്ചും ആ ചാനലിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ദീപ്തി ടീച്ചർ പറയുന്ന കണക്ക് തന്നെ അവർ ഇനിയും ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീതത്തോടിൻ്റെ രാജകുമാരിയാണ്. സീതത്തോടിൽ ദീപ്തി ടീച്ചർ ഇല്ലാതെ ഒന്നുമില്ല. അപ്പം ദീപ്തി ടീച്ചർ അവിടെ തന്നെ കാണും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണൂർ പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് അറിയണം. കാര്യം മനുഷ്യൻ്റെ കാര്യമല്ലേ, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു കാര്യത്തിലും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ ഒക്കത്തില്ല. കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല നാളെ ചിന്തിക്കുന്നത്. ഒരിക്കലും ടീച്ചർ ഒരുപാട് പേര് ട്യൂഷൻ ക്ലാസ് എടുത്തും അല്ലെങ്കിൽ പഠിപ്പിച്ചും ഒക്കെ അവർ കോളേജിലൊക്കെ പഠിപ്പിച്ച് അവർ മുന്നോട്ട് പോകുന്നവർ ലാസ്റ്റിൽ സീതത്തോടിൽ വന്ന് കൃഷിയും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ അവർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയെങ്കിൽ നാളെ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. നമുക്കറിയാം ഇപ്പം ഈ വിവാഹം കൊണ്ട് ടീച്ചറിന് വലിയ നഷ്ടങ്ങളൊന്നും വരില്ല. കാര്യം നമ്മൾ പൊതുവെ അദ്ദേഹത്തെ കാണുന്നതാണ്. ഒരുപാട് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. എന്താ പറയുന്നത്, ആണുങ്ങളുടെ വില കളയാത്ത കൂട്ടത്തിലുമാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ കുഞ്ഞാവയും ടീച്ചറും അതീവ സന്തോഷത്തോടെ ഒരുപാട് നാൾ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ. അത് നമുക്ക് കാണാനുള്ള ഭാഗ്യങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. ഇപ്പം സൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണും അല്ലേ. ഞാനൊരു മൈക്ക് വാങ്ങുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് അങ്ങോട്ട് ഒരു ജെല്ലായിട്ടില്ല. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് സൗണ്ടൊക്കെ വ്യത്യാസമായിട്ട് വരാൻ നേരത്ത് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്നറിയാം. സോ ഇതിനെപ്പറ്റി ഈ മൈക്കിൻ്റെ കാര്യമല്ല, ഈ കുഞ്ഞാവയുടെ ടീച്ചറിൻ്റെ വിവാഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.